കഴിഞ്ഞ 10 വർഷം ഞാൻ ചെയ്തത് തെറ്റായിരുന്നു. എൻ്റെ തലയ്ക്ക് മുകളിലൊരു വാൾ പോലെയാ ഇപ്പൊ സച്ചി കൊടുത്തിരിക്കുന്ന കേസ് പോലും. അതിന്റെ കൂടെയാ ഇപ്പൊ ഇവിടെ താമസിക്കാൻ വേണ്ടി കെട്ടിക്കേറി വന്ന 2 എണ്ണം, ആ അമ്മയും മോളും. അവരുടെ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അതിന് ഞാനെന്താ ചെയ്യണ്ടേ? നിലവിൽ അവരെന്റെ ആശ്രിതരെ പോലെ ജീവിക്കുന്നത്. ജീവിക്കാൻ ഒരു മാർഗവുമില്ലാതെ വാടക വീട്ടിൽ നിന്ന് ഉടമസ്ഥൻ ഇറക്കി വിട്ടപ്പോഴാ അവരിങ്ങോട്ട് വന്നത്. ഇത് അവര് പറഞ്ഞല്ലേ? സത്യം അതാണെന്ന് എഴുതിക്ക് ഉറപ്പുണ്ടോ? നീ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അതാ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം. അത് ഞാൻ ഏറ്റു. അത് മാത്രമല്ല, അവരുടെ എല്ലാ നീക്കങ്ങളും നീ വേണം ഇനി നിരീക്ഷിക്കാൻ. എന്റെ കൂടെ നിന്ന് എന്നെ ചതിക്കാനുള്ള പദ്ധതിയാണോ അവരുടേതെന്ന് അറിയണമല്ലോ. അങ്ങനെ ഏട്ടത്തിനൊപ്പം കൂടി ചതിക്കാനുള്ള പദ്ധതിയായിട്ടാണ് ആ അമ്മയും മോളും കൊണ്ട് വന്നിട്ടുള്ളെങ്കിൽ അതിന്റെ ഫലം അവരനുഭവിക്കും. രണ്ടിന്റെയും മനസ്സിലിരിപ്പ് ഏട്ടത്തിക്ക് ഞാൻ തെളിയിച്ചേരാം. പിന്നെ ഒരാൾ കൂടിയുണ്ട്, ഒരു സുഗതൻ മേനോൻ. അമ്മാവന്റെ കേസ് ഇപ്പൊ കോടതിയിൽ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത് അയാളാ. പക്ഷെ അയാൾ ആരാണെന്ന് ആർക്കും അറിയില്ല. കാഞ്ചനയ്ക്കും അമ്മായിക്കും പോലും അയാളെ അറിയില്ലെന്നാ പറയുന്നേ. അത് കള്ളം. ആ സ്ത്രീയുടെ ഭർത്താവിന്റെ കേസ് ഏറ്റെടുത്ത് കോടതിയിൽ കൊണ്ടുവന്ന ആളെ അവർക്ക് അറിയില്ലെന്ന് പറഞ്ഞ അതിനേക്കാൾ വലിയ കള്ളം വേറെ ഇല്ല. ആ തള്ളയുടെയും മോളുടെയും സഹായം ഇല്ലാതെ അയാൾക്ക് എങ്ങനെ ആ കേസ് നടത്താൻ പറ്റും? എന്റെ മനസ്സിൽ ആ ഒരു സംശയമുണ്ട്. പക്ഷേ ആരുടെ മുന്നിലും ഈ സുഗതൻ മേനോൻ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. കോടതിയിൽ അയാൾക്ക് വന്നല്ലേ പറ്റൂ. പക്ഷേ അതുവരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റുമോ? സമയവും ഇല്ല. അയാൾ കോടതിക്ക് മുൻപിൽ എത്തുന്നതിന് മുമ്പ് നീ അയാളെ കണ്ടെത്തണം, എന്റെ മുമ്പിൽ എത്തിക്കണം. ഈ ഏട്ടത്തിക്ക് വേണ്ടി നീ അത് ചെയ്യില്ലേ? ചെയ്യും. ഏട്ടത്തി പറഞ്ഞ എന്തും ഞാൻ ചെയ്യും. എന്തിനും ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. കഴിഞ്ഞ 10 വർഷം ഞാൻ ചെയ്തത് തെറ്റായിരുന്നു. ഭൂതകാല ബന്ധത്തിൻ്റെ കണക്കുകളുമായി ആരും കടന്നു വരില്ല എന്ന എൻ്റെ വിശ്വാസം തെറ്റിപ്പോയി. ഇപ്പോൾ അയാൾ ഞങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട്. ജീവിതത്തിൽ എനിക്കൊരു തുണയാവും എന്ന് ഞാൻ കരുതിയവള്, അവളെനിക്ക് നഷ്ടപ്പെടും. അത് തീർച്ചയായിരിക്കുന്നു. സഹിക്കാൻ പറ്റാത്ത വേദനയാത്. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ എനിക്ക് ഒരു തീരുമാനമെടുത്തേ പറ്റൂ. ഹൃദയം മുറിയുന്ന വേദനയോടെ ഞാൻ ആ തീരുമാനമെടുക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം ഞാൻ ചെയ്തത് തെറ്റായിരുന്നു. വേണ്ട, താനത് വായിക്കണ്ട. ഇതെന്റെ സ്വകാര്യമായി തന്നെ ഇരുന്നോട്ടെ. സോറി. മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് നുഴഞ്ഞു കയറുന്നത് അത്ര നല്ല കാര്യമല്ല. ഞാൻ മുറി വൃത്തിയാക്കാൻ വന്നപ്പോ മേശപ്പുറത്ത്
ഞാൻ വന്നിട്ട് നമ്മളിതിലൊന്നും പരിചയപ്പെട്ടില്ല. പുതിയ ബന്ധുക്കളൊക്കെ ഒന്ന് പരിചയപ്പെട്ടിരിക്കണമല്ലോ. കാഞ്ചനയ്ക്ക് ആളെ മനസ്സിലായോ? ഇല്ല. ഇത് സന്ദീപ് സാർ, അവന്തിക മാഡത്തിന്റെ അനിയനാ. അനിയനെന്ന് പറഞ്ഞാൽ സ്വന്തം ബ്രദറോ അതോ? അല്ല, ബ്രദർ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന്റെ അനിയൻ. ഓ, അത് ശരി. കാഞ്ചന അമ്മയും ഏട്ടത്തിന് അകന്ന ബന്ധുക്കളാണല്ലേ? അതെ. പക്ഷേ കാഞ്ചനയുടെ അച്ഛൻ അനിരുദ്ധൻ സാർ മാഡത്തിന്റെ വലങ്കയ്യായിരുന്നു. നിങ്ങളെന്താ ഇങ്ങോട്ട് താമസം മാറി? മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, അതുകൊണ്ട് മാറി. ഇവിടെ ആകുമ്പോ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ അല്ലേ? ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് ഞങ്ങൾക്ക് അറിയൂല. അതെ അതെ, മാഡത്തിന് ഇവർ വന്നത് വളരെയേറെ സന്തോഷമാണ്. അത് സന്ദീപ് സാറിനോട് പറഞ്ഞല്ലോ. അതെ, ഏട്ടത്തിനോടെല്ലാം പറഞ്ഞു. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഏട്ടത്തിയുടെ അമ്മാവൻ, ഓ സോറി, കാഞ്ചനയുടെ അച്ഛൻ എങ്ങനെയാ മരിച്ചേ? അറിയില്ല. 10 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായതാ. പിന്നെ ഈ അടുത്താണ് ഏതോ പാറമടയിൽ നിന്നും അസ്ഥികൂടം മറ്റോ എന്തോ കിട്ടിയത്. ആ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ടല്ലേ? ഇനിയിപ്പോ കേസ് നടത്തിയിട്ട് എന്താ കാര്യം? പോകാനുള്ള ആള് പോയില്ലേ? ഞങ്ങൾക്ക് ആ കേസുമായി ഒരു ബന്ധവുമില്ല. ചോദ്യങ്ങൾ കഴിഞ്ഞെങ്കിലേ ഞാനൊന്ന് അകത്തോട്ട് പോയിക്കോട്ടെ. എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. കാഞ്ചന, ഓഫീസിലെ കാഞ്ചനയ്ക്ക് സഹായത്തിനായി ഇനി ഞാനും ഉണ്ടാവും. ഏട്ടത്തി എല്ലാം എന്നെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ കുത്തഴിഞ്ഞ് കിടക്കുന്നെല്ലാം ഒന്ന് കൂട്ടിക്കെട്ടണം. ഇയാൾ മനഃപൂർവ്വം എന്തോ കരുതിക്കൂട്ടി തന്നെയാണ്. ഇനി മുന്നോട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഇയാൾ മിക്കവാറും ഒരു വിലങ്ങുതടി ആവും.